ലോയൽറ്റി എന്ന് പറയുന്ന സാധനം നമുക്ക് നമ്മൾ ശമ്പളം കൊടുത്തുകൊണ്ട് കിട്ടില്ല. അത് നമ്മുടെ നിലപാടുകളും നമ്മളെടുക്കുന്ന ചില നടപടികളും ഒക്കെ കാണുമ്പോൾ ഉള്ളിൽ നിന്ന് തോന്നേണ്ടതാണ് ഞാനും ഇതിൻ്റെ ഭാഗമാണെന്ന്. എന്നാലും വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഈ ഒരൊറ്റ കാര്യം കൂടെ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. കാര്യം സൊസൈറ്റിയോടുള്ള ഒരു ബാധ്യത, ഇപ്പം നമ്മൾ കസ്റ്റമേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റി പറഞ്ഞു, എംപ്ലോയീസിനോടുള്ള റെസ്പോൺസിബിലിറ്റി പറഞ്ഞു. ഞാൻ എപ്പോഴും നമ്മളൊക്കെ ട്രെയിനിങ്ങിലൊക്കെ പഠിപ്പിക്കാറുള്ളത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഒരുപാട് പറയാറുണ്ട്. താഴെ നോക്കി ജീവിക്കണം, എന്നാലേ നമ്മളുടെ ഉയർച്ച നമ്മൾ അറിയുള്ളൂ, അല്ലേ? നമ്മളെക്കാൾ താഴെ ഉള്ളവരുടെ ജീവിതം നോക്കുമ്പോഴാണ് നമ്മളുടെ അനുഗ്രഹങ്ങൾ മനസ്സിലാവുക. പക്ഷേ ചിലപ്പോഴെങ്കിലും ഞാൻ പറയും മുകളിൽ നോക്കിയും ജീവിക്കണം. കാരണം പ്രത്യേകിച്ച് UAE 40, 50, 60 നിലകളുള്ള വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഹാങ്ങേഴ്സിൽ നിന്ന് ഗ്ലാസ് കഴുകുന്ന ഒരുപാട് പാവപ്പെട്ട ലേബേഴ്സ് ഉണ്ട്. ആ മനുഷ്യന്മാർ അങ്ങനെ ഒരുപാട് ഹാങ്ങേഴ്സ് എംപ്ലോയീസിനെ ഞാൻ പേഴ്സണലി കണ്ടിട്ട്, ഞാൻ വണ്ടി നിർത്തി കുറച്ച് നേരമൊക്കെ ദൂരെ നോക്കും. അവരെ എക്സ്പ്രഷൻ നമുക്ക് കാണാൻ പറ്റില്ല, അത്രയും ദൂരത്ത് അവരെ നമുക്ക് എങ്ങനെ പരിഗണിക്കാൻ പറ്റും? അതിനകത്ത് 2-3 ഉണ്ട്. കാരണം ഇപ്പോൾ ഇവിടുത്തെ ഒരു എൻവയോൺമെൻറ്റ് അനുസരിച്ചും ഇത് നമുക്ക് ഡസ്റ്റ് വിൻഡ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് അങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഒരു ക്ലീനിങ് ആവശ്യം വരുന്നത്. പക്ഷേ ഇപ്പോൾ സെൽഫ് ക്ലീനിങ് ഫസൈറ്റ്സ് വന്നിട്ടുണ്ട്. പക്ഷെ അത് എപ്പോഴും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതൊരു ടിപ്പിക്കൽ സൈസ് സ്ക്വയർ ടൈപ്പ് അങ്ങനെയുള്ളതൊക്കെ പറ്റുള്ളൂ സെൽഫ് ക്ലീനിങ്. പക്ഷേ ഇതിൽ കൂടാതെ നമുക്ക് വേറെ കുറേ പ്രൊഡക്റ്റുകളുണ്ട്. നാനോ കോട്ടിങ്, അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ലെവലുള്ള കോട്ടിങ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന ടെക്നോളജിയും ഉണ്ട്. പക്ഷെ നമ്മളത് കൂടുതൽ എടുത്തിട്ടില്ല. ഇപ്പോൾ ഔട്ട് സൈഡിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഗ്ലാസ്സിന് ഈവൻ സിമെൻ്റ് ആയാൽ പോലും അത് ജസ്റ്റ് ഒലിച്ചു പോകും, ഒന്നും പിടിക്കില്ല. ആ ടൈപ്പുള്ള ടെക്നോളജി. അല്ല, അവരുടെ തൊഴിൽ അവിടെ നിൽക്കുമ്പോൾ തന്നെ അവരുടെ തൊഴിലിന് എളുപ്പമാകാൻ എന്തെങ്കിലും എളുപ്പമാകാന്നുള്ളത് മാക്സിമം നമുക്ക് പൊടി പിടിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു എംപ്ലോയ്മെൻറ്റ് ലെവൽ കുറയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ ഓട്ടോമേറ്റഡ് ആക്കുക എന്നുള്ളതാണ് ഗ്ലാസിൻ്റെ ഇതിൽ. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഓരോ ബിൽഡിങ്ങും യുണീക്ക് ആയിരിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആർക്കിടെക്ട്സിനുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ നോക്കുന്ന ഡിസൈൻ മാത്രമാണ്. അപ്പോൾ അത് ഈ പറയുന്ന വർക്കുകൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡും അത് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട സിറ്റുവേഷനും വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഈ ആക്സസ് എന്നാണ് അതിന് പറയാം, ഈ ആക്സസ് ജോബുകൾ അത് ആക്ച്വലി ഇപ്പോൾ വളരെ ഹൈലി പെയ്ഡ് ജോബാണ്. അതൊരു സ്പെഷ്യൽ സ്കില്ലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ റിയാസ് നോക്കുകയാണെങ്കിൽ അതിലധികവും നേപ്പാളികളായിരിക്കും. അതെ, നേപ്പാളീസാണ്. ഈ നേപ്പാളീസിൻ്റെ ഒരു പ്രത്യേകത, ബൈ ബർത്ത് അവർ ഹൈ മൗണ്ടൈൻസിൽ ക്ലൈംബ് ചെയ്യാനും അവിടെയുള്ള ഓക്സിജൻ ലെവൽ കിട്ടാനും അവർക്ക് ഹൈറ്റ് ഫിയർ ഇല്ല. ഹൈറ്റ് ഫിയർ ഒരിക്കലും അത് ഞാൻ ചെയ്തിട്ടുള്ളതും എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്. ഹൈറ്റ് ഫിയർ ഇല്ല അവർക്ക്. അതൊരു പുതിയ ഇൻഫർമേഷൻ ആണ്. നേപ്പാളീസിന് അതില്ല. കാര്യം അവര് ജനറ്റിക്കലി അങ്ങനെ ബോൺ ആയിട്ടുള്ള അവര് ശരിക്കും ഈ ഇതുണ്ടല്ലോ നമ്മുടെ മുനമ്പുകളിലും അതുപോലുള്ള ഹിൽസിൻ്റെ ഇതിലൊക്കെയാണ് അവർ വർക്ക് ചെയ്യുന്നത് അധികവും. അവരുടെ ഒരു സ്ഥലത്തു നിന്ന് ഒരു വില്ലേജിൽ നിന്ന് അടുത്ത വില്ലേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഹില്ല് കയറി ഇറങ്ങി അങ്ങനെ പോകും. അപ്പോൾ അവർ ആ ഒരു ക്ലൈമറ്റിനോടും അഡാപ്റ്റഡ് ആണ്. അവരാണ് ഈ ജോലി ചെയ്യുന്നത്. മെജോറിറ്റി 80%, 85% അവരാണ് ചെയ്യുന്നത്. അതൊരു പുതിയ ഇൻഫർമേഷൻ ആണ് നേപ്പാളീസ്. കാരണം ഞാനിത് പറയാൻ കാരണം എൻ്റെ റിലേറ്റീവ് ബിസിനസ് ചെയ്യുന്നുണ്ട്. ശരി, കമ്പനിയുണ്ട്. ഇത്തരം എംപ്ലോയീസിനെ ടേക്ക് കെയർ ചെയ്യുന്ന കമ്പനിയുണ്ട്. മലയാളിയാ? മലയാളി. കാരണം ഇപ്പൊ പറഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്തൊരു അനുഗ്രഹത്തിന്റെ വെളിച്ചം വരികയാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ എന്ന് പറയും. ദൈവം താങ്ങാൻ പറ്റാത്തത് കൊടുക്കില്ല. അവൻ ട്രെയിൻഡാണ്. അധികം ആൾക്കാർ അതില്ല. പിന്നെ അവർ ഭയങ്കര സേഫ്റ്റിയിലാണ് ചെയ്യുന്നത്. അവർ വളരെ ഫാസ്റ്റാണ് അവർ ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം. കാരണം അവർ മുകളിൽ നിന്ന് ഇറങ്ങി വളരെ പെട്ടെന്ന് താഴത്തേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നത്. ഇതൊരു ഭയങ്കര കാഴ്ച കേട്ടോ. നമുക്ക് ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഇതിനകത്ത് കുറച്ചുകൂടി, ദുബായ് മുനിസിപ്പാലിറ്റി അറിയാമല്ലോ, ടോപ്പ് ഓഫ് ദി ടെക്നോളജിയും ഹൈലി സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിൻഡായിട്ടും സേഫ്റ്റി ഇതുള്ള കമ്പനികൾക്ക് മാത്രമേ അതിനുള്ള പെർമിഷൻ കൊടുക്കും. മാർഷൽസ് എന്നാണോ വിളിക്കുന്നത്? അല്ല. അത് ഫയർ മാർഷൽസ് എന്ന് പറയുന്നത്. ഫയർ മാർഷൽസ് ആണ്. ഇതെന്തായാലും ഒരു ഭയങ്കര പുതിയൊരു ഇൻഫർമേഷൻ ആണ്.